ഉറങ്ങണമെങ്കിൽ ക്ഷീണം വരണം, നിങ്ങൾ ക്ഷീണിക്കണം. സിർക്കാഡിയൻ ഋതത്തിൻ്റെ നൈസർഗികമായ സ്വാഭാവികമായ പ്രകൃതിദത്തമായ താളമനുസരിച്ച് രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ പതുക്കെ കൂടാൻ തുടങ്ങും. പതുക്കെ പതുക്കെ സൂര്യൻ ഉദിക്കുന്നതനുസരിച്ച്, സൂര്യൻ മൂക്കുന്നതനുസരിച്ച് എനർജി കൂടി വരും. അത് കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കാറാകുന്നതോടെ പതുക്കെ എനർജി കുറഞ്ഞ് താഴേക്ക് വരും. ഇരുട്ട് വരുന്നതോടെ നിങ്ങൾ നല്ല ക്ഷീണത്തിൽ വരും, ഉറങ്ങിക്കോളൂ. ഇരുട്ട് വരുമ്പോൾ ശരീരം ഈ പറഞ്ഞതുപോലെ മെലറ്റോണിൻ മെസ്സേജ് കൊടുക്കും, കോർട്ടിസോൾ ഇതൊക്കെ ആയിട്ട് പതുക്കെ സ്ലീപ്പ് ഹോർമോൺസിൻ്റെ സ്വാധീനം തലച്ചോറിൽ വരും. അങ്ങനെ നിങ്ങൾ ഉറങ്ങും. അപ്പോഴാണ് നിങ്ങളൊരു ചായയോ കാപ്പിയോ എടുത്ത് കുടിക്കുന്നതെങ്കിലോ പരീക്ഷയ്ക്ക് ഉറക്കം വരാതിരിക്കാൻ, ഉറങ്ങാതിരുന്ന് പഠിക്കാൻ പിള്ളേർ ചായ കുടിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ കാര്യത്തിലും ശരീരത്തിനൊരു താളമുണ്ട്. ശ്വാസം എടുത്ത് വിടുന്നതിന് താളമുണ്ട്, ഹൃദയം മിടിക്കുന്നതിന് താളമുണ്ട്, രക്തം പമ്പ് ചെയ്യുന്നതിന് അതിൻ്റെ സഞ്ചാരത്തിന് താളമുണ്ട്, നടക്കുന്നതിനൊരു താളമുണ്ട്, ഇരിക്കുന്നതിനും എണീക്കുന്നതിനും സംസാരിക്കുന്നതിനും എല്ലാറ്റിനും ഒരു താളമുണ്ട്. പാട്ട് പാടുന്നതിനോ നൃത്തം ചവിട്ടുന്നതിന് മാത്രമല്ല താളം. നിങ്ങളുടെ ജീവിത പ്രവർത്തികളെല്ലാം എത്രത്തോളം താളാത്മകമാകുന്നോ അത്രത്തോളം അത് സുന്ദരമായിരിക്കും, നിങ്ങൾക്ക് തന്നെ ആസ്വാദ്യകരമായിരിക്കും. ഈ താളം, ജീവിതത്തിൻ്റെ താളം, പ്രകൃതിയുടെ താളം, ഈ താളം തെറ്റാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഉറക്കം വരാനൊരു സമയം, എഴുന്നേൽക്കാനൊരു സമയം, അതിനെ അങ്ങനെ തെറ്റിക്കാതിരുന്നാൽ കൃത്യമായി അത് ആ സമയങ്ങളിൽ നടന്നോളും. അതിനെ തെറ്റിച്ചു നമ്മൾ. കൃത്രിമമായ പ്രകാശങ്ങളിലൂടെ നമ്മളതിനെ തെറ്റിച്ചു. നല്ലൊരു ഫിലിം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഷോയ്ക്ക് പോകും. അന്ന് നമ്മൾ ഉറക്കത്തിൻ്റെ താളം തെറ്റിച്ചു. നമ്മുടെ ആഘോഷങ്ങൾ മുഴുവനും ഇന്ന് പാതിരാത്രിക്കാണ്. പാർട്ടി, പല പേരിട്ട് നമ്മൾ പാർട്ടികൾ നടത്തും. പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ തന്നെ 12-12:30 മണിയാകും. പാർട്ടിയിൽ നമ്മൾ വയറ് നിറയെ തിന്നും. ആരാൻ്റെ തീറ്റയായിരിക്കും പലപ്പോഴും പാർട്ടിയിൽ. അപ്പോൾ 3 ഇരട്ടിയൊക്കെ തിന്നാം. രാത്രി അമിത ഭക്ഷണം കഴിച്ചാൽ, വയറ് നിറഞ്ഞു പോയാൽ ഡൈജഷന് വേണ്ടിയിട്ട് കൂടുതൽ എനർജി വേണ്ടി വരും. ദഹനത്തിന് കൂടുതൽ എനർജി വേണം. ആ എനർജി അവിടെ നൽകി നിൽക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷീണിക്കാൻ കഴിയാതെയാകും. ആന്തരാവയവങ്ങൾക്ക് ഉറക്കത്തിൻ്റെ താളം പോകും. സമയവും മാറി. മൂക്കറ്റം ഭക്ഷണം കഴിച്ച് പാർട്ടി കഴിഞ്ഞു വന്നാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൂടിയായിരിക്കും നമ്മൾ ഉറക്കത്തിലേക്ക് അറിയാതെ ചിലപ്പോൾ വീണു പോകുന്നത്. അത് മറ്റൊരപകടമാണ്. വയറ് നിറഞ്ഞിരിക്കുമ്പോൾ വേഗത്തിൽ നടക്കുക പോലും ചെയ്യാൻ പാടില്ല. ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഹൃദയം തകരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രാത്രി കട്ടിയായ ഭക്ഷണം കഴിക്കുക 50 കൊല്ലം മുമ്പ് വരെ ശരീരം ഇങ്ങനെ ശീലിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് മാത്രമാണ് വയറ് നിറച്ച് ഭക്ഷണം ഉണ്ടാകുക. രാത്രി കുടിയിൽ വന്നാൽ നല്ലൊരു ശതമാനം ആളുകൾക്കും പട്ടിണിയാണ്. ഇനി ഉണ്ടായാൽ തന്നെ അല്പം കഞ്ഞിയും, ചോറാണെങ്കിൽ ഒരു കറിയും. അതങ്ങ് മാറിയിട്ട് ഈ തിരുവനന്തപുരം നഗരത്തിലൂടെ രാത്രി നിങ്ങളൊരു 10 മണിക്ക് ശേഷം ഇറങ്ങി നടന്നാൽ വഴിവക്കുകളിൽ മുഴുവനും തട്ടുകടകളാണ്. അവിടെ നിന്ന് ആളുകൾ തട്ടുകയാണ്. നല്ല ചെറുപ്പക്കാർ. അതിനു മുമ്പുള്ള കാഴ്ചയാണെങ്കിൽ ഒരു 4 മണിക്കൊക്കെ ചായയും പരിപ്പുവടയും. ചെറുപ്പക്കാർ നിന്നിട്ട് വർത്താനം പറയുന്നത് ഉല്ലസിക്കുന്നു. ചായയും പരിപ്പുവടയും, അല്ലെങ്കിൽ പക്കവട, അല്ലെങ്കിൽ വട, മുഴുവൻ ട്രാൻസ് ഫാറ്റാണ്. ആ സമയത്ത് നഗരം കഴിക്കുന്നത് മുഴുവനും LDL കൂട്ടുന്ന, ചീത്ത കൊളസ്ട്രോൾ എന്നവർ പറയുന്ന LDL കൂട്ടുന്ന പാഷാണ വിഷ ഭക്ഷണ സാധനങ്ങളാണ്.
ഇതെല്ലാം സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ. അത് മതി ആ ചെറുപ്പക്കാരുടെ ജീവിതം 30-40 വയസ്സിന് അപ്പുറത്തേക്ക് ദുരിതമാക്കിയെടുക്കാനായിട്ട്. അത് അവരുടെ ഉറക്കത്തെ എങ്ങനെ ബാധിക്കുന്നത് എനിക്കറിയില്ല ആ സമയത്തായതുകൊണ്ട്. പക്ഷേ രാത്രി കഴിക്കുന്ന കട്ടിയായ ഭക്ഷണം നിങ്ങൾക്കൊരിക്കലും ശരിയായ ഉറക്കം തരില്ല. നിങ്ങൾ ഉറങ്ങുന്നുണ്ടാവും, പക്ഷേ ആ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വളരെ കുറയും. ഉറക്കത്തിനൊരു ക്വാളിറ്റി ഉണ്ട്. ഞാനത് തിരിച്ചറിയുന്നത് 1988 എറണാകുളം മറൈൻ ഡ്രൈവിൽ ഒരു പന്തലിട്ട് ഞങ്ങളൊരു സത്യാഗ്രഹം നടത്തി. ഫാക്റ്റിൻ്റെ അമോണിയ ടാങ്ക് അടച്ചുപൂട്ടി നഗരത്തെ രക്ഷിക്കണം. വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള അമോണിയ ടാങ്ക്. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സത്യാഗ്രഹം ഞങ്ങളാണ് നടത്തിയത്. അപ്പം ആ സത്യാഗ്രഹത്തിൽ 100 ദിവസം സത്യാഗ്രഹമാണ്. ഞാൻ അവിടെ മേനക സ്റ്റോപ്പിലുള്ള ഈ പന്തലിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. 99ാമത്തെ മറ്റൊരു ദിവസം എൻ്റെ സുഹൃത്തും സത്യാഗ്രഹത്തിൻ്റെ വലം കൈയായിട്ടുള്ള മാത്യൂസ് പുതുശ്ശേരി പറഞ്ഞു, ഇന്ന് വീട്ടിൽ പോയി കിടക്ക്, അവിടെ എനിക്ക് ചെറിയൊരു കാര്യമുണ്ട്, രാവിലെ ഇങ്ങോട്ട് എത്തിയാൽ മതി. ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഉറക്കത്തിൻ്റെ വ്യത്യാസം മനസ്സിലായത്, ഈ ഗാഠനിദ്ര എന്നുള്ളതിൻ്റെ വ്യത്യാസം മനസ്സിലായത് അന്നാണ്. ആ വഴിവക്കിൽ ഇടയ്ക്കിങ്ങനെ വണ്ടികൾ ഓടുന്നുണ്ട്, പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല, പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സെൻസറുകൾ മുഴുവനും ഇതെല്ലാം പിടിച്ചെടുക്കുകയാണ്. ഇടിച്ചിങ്ങോട്ട് കയറുമോ, എണീപ്പിക്കണോ, ചാടി എഴുന്നേറ്റ് ഓടേണ്ട അവസ്ഥയുണ്ടോ, ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിയാതെ തന്നെ. വെളിച്ചമാണ്. ആ വെളിച്ചത്ത് കിടന്നാൽ ഞാൻ ഉടങ്ങിയിരുന്ന സ്ട്രീറ്റ് ലൈറ്റ് മുഴുവൻ കത്തിക്കിടക്കുകയാണ്. എറണാകുളം നരകമല്ലേ. ഈ വെളിച്ചമുള്ള സ്ഥലത്ത് കിടന്നാൽ പോലും നിങ്ങൾക്ക് ഗാഠനിദ്ര കിട്ടത്തില്ല. നിങ്ങൾ ഉറങ്ങുന്നുണ്ടാകും, ഗാഠനിദ്ര കിട്ടില്ല. ഇപ്പൊ വയറു നിറയെ ഭക്ഷണം കഴിച്ച് കിടന്നാൽ, ശബ്ദശല്യമുള്ള സ്ഥലങ്ങളിൽ കിടന്നാൽ, വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ കിടന്നാൽ ഉറങ്ങിയെന്ന് വരാം, പക്ഷെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി മാറും. അതുകൊണ്ട് പലരും ഉറങ്ങാതെ ദുരിതം അനുഭവിക്കുന്നത്, ഒരു 0 വോൾട്ട് ലൈറ്റ് ഇട്ടാൽ രാത്രി എണീക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ കണ്ണ് കാണുമല്ലോ. എന്താ ഒരു ചെറിയ ടോർച്ച് വയ്ക്കുമ്പോൾ മൊബൈലും ഉണ്ടല്ലോ. മൊബൈല് കയ്യത്ത് നിലത്തൊന്നും വെക്കരുത്, തലയുടെ അടുത്ത് വെക്കരുത്. അതുകൊണ്ട് ചെറിയ ടോർച്ച് വേണമെങ്കിൽ വെച്ചോളൂ. പുറത്തു നിന്നുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെയോ മറ്റേതെങ്കിലും വെളിച്ചമോ നിങ്ങളുടെ മുറിയിൽ കടന്നു വരാൻ പാടില്ല. ഇരുട്ട് ശരീരത്തിന് അത്യാവശ്യമുള്ള ഒരു പോഷകമാണ്. അന്ധകാരവും പോഷകമാണ്. പക്ഷെ നമ്മൾ കാവ്യഭാവനയിൽ, മഹർഷീശ്വരന്മാരും നമ്മുടെ പ്രാർത്ഥനകളിൽ ഇരുട്ടിനെ ശത്രുവായി കണക്കാക്കുകയും ഇരുട്ടൊരു അപകടമാണ് എന്ന് കരുതുകയും ചെയ്തു. കാരണം ഇരുട്ടത്ത് പാമ്പുണ്ടാവാം, പഴുതാരയുണ്ടാവാം, തേളുണ്ടാവാം, ഇരുട്ടത്ത് നമ്മൾ കമ്പിക്കഷത്തിൽ പോയി കയറാം. ഇരുട്ടൊരു അപകടമാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് വന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ അസതോമാ സദ്ഗമയ തമസോർമാ ജ്യോതിർഗമയ, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയായി. ആ വെളിച്ചം എന്നുള്ളതിനെ നമ്മൾ വേറെ പലതുമായിട്ട് സങ്കല്പിച്ച്, അറിവായിട്ട്, തിരിച്ചറിവായിട്ട്, ഇരുട്ടിനെ നരകമായിട്ട് ഉണ്ട്. ഇരുട്ടിൽ എന്നെ നീ പതിപ്പിക്കരുത്, എന്നെ വെളിച്ചത്തിലെടുക്കാനുള്ള പ്രാർത്ഥനകളും പാട്ടുകളുമായി വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ വെളിച്ചം, ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയായി. നിത്യമായ പ്രകാശമാണ് ദൈവം. ഈ ഒരു സങ്കല്പമൊക്കെ വന്നതോടുകൂടി ഇരുട്ട് എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. കറുപ്പ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമല്ല. കറുത്തവരൊക്കെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ വാരിപ്പൊത്തി വെളുപ്പിക്കണമെന്നുള്ള പ്രാന്തം പിടിച്ച് നടക്കുകയാണ്. മാർക്കറ്റ്, ഈ വെളുപ്പിക്കൽ മാർക്കറ്റ്, കോസ്മെറ്റിക് മാർക്കറ്റ്
ആളുകളിൽ പ്രത്യേകിച്ച് കുട്ടികളിലെല്ലാം ഇങ്ങനെയൊരു വിചാരം ഇളക്കി വിട്ടു. കറുപ്പിനാണ് ഏറ്റവും കൂടുതൽ അഴക്, ഏഴഴക് എന്നുള്ളതൊക്കെ അത് പാടെ മറയ്ക്കപ്പെട്ടു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇരുട്ട് ഒരു ഭാഗത്തും കാണാൻ പാടില്ല, എല്ലായിടത്തും വെളിച്ചു വിടണം. ഒരു പ്രദേശം വികസിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ കാടും പടലും ഒക്കെ പോയി, ഇരുട്ടും പോയി, എല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല വെളിച്ചം, എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റും എല്ലാം ലൈറ്റും ഇട്ടു. അപ്പോൾ വികസിച്ചു. ഇന്ന് ലോകം നേരിടുന്ന ആരോഗ്യ ഭീഷണിയിൽ പ്രധാനപ്പെട്ട ഭീഷണി ലൈറ്റ് മെനസ് ആണ്. വെളിച്ചത്തിൻ്റെ ഭീഷണിയാണ് ഇന്ന് ലോകം നേരിടുന്ന, ലോകത്തെ മനുഷ്യരുൾപ്പെടെ സകല ജീവജാലങ്ങളും നേരിടുന്ന നിലനിൽപ്പിൻ്റെ ഭീഷണികളിൽ ഒന്ന് വെളിച്ചമാണ്, ലൈറ്റ് മെനസാണ്. നിങ്ങൾ ഒരു ഫ്ലൈറ്റിലൂടെ സഞ്ചരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ട്രെയിനിലൂടെയോ കാറിലൂടെ, ട്രെയിനിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ചും അങ്ങകലെയുള്ള നഗരങ്ങൾ അർദ്ധരാത്രിയിൽ നിങ്ങൾക്ക് സൂചനയായി വരും. എങ്ങനെയാണ്? ആ ഭാഗത്തെ ആകാശത്തിന് ഭയങ്കര വെളിച്ചം, അവിടെ മാത്രം, ബാക്കി കുറേ പോയ ഇരുട്ട് തന്നെയാണ്. പിന്നെയും പോയി കഴിയുമ്പോൾ വീണ്ടും ഒരു നഗരത്തിൻ്റെ ഭാഗത്ത് വെളിച്ചം. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു നഗരമുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ വെളിച്ചം ചോർന്നു പോകാൻ പാടില്ലാത്തതാണ്. ചോരുന്ന വെളിച്ചങ്ങളാണത്. മൂടണം, അന്തരീക്ഷത്തിലേക്ക് വെളിച്ചം വിടരുത്. പക്ഷികൾക്ക്, പ്രാണികൾക്ക്, ജന്തുക്കൾക്ക് അവയുടെ സിർക്കാഡിയൻ റിഥം തകരുകയാണ് മനുഷ്യൻ്റെ കൃത്രിമ വെളിച്ചം കൊണ്ട്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ മേഖലകളിൽ അവ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നക്ഷത്രങ്ങൾ കാണാൻ കഴിയുന്നില്ല രാത്രികളിൽ ഈ വെളിച്ചം കാരണം. നഗരങ്ങളിലെ കുട്ടികൾക്ക് നക്ഷത്രങ്ങൾ കാണാൻ കഴിയുന്നില്ല, അറിയില്ല. പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവര് നക്ഷത്രം എന്താണ്. ഈ വെളിച്ചം ഇങ്ങനെ നിന്ന് അതിനു മുകളിലുള്ള നക്ഷത്രങ്ങളുടെ വെളിച്ചം കണ്ണിൽപ്പെടാത്തൊരവസ്ഥ പോലും. ഇപ്പൊ ഈ സകല ജീവജാലങ്ങൾക്കും ഉറക്കം അതിൻ്റെ താളം തെറ്റി. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആയിരക്കണക്കിന് കോഴികൾ വളർത്തുന്ന കൂടുകളുടെ പ്രത്യേകത എന്താ? രാത്രിയും പകലും വളരെ തീക്ഷ്ണമായ പ്രകാശമുള്ള ബൾബുകൾ കത്തിച്ചിടും. എന്തിനാ ഈ കറണ്ടിൻ്റെ കാശ് കളയണേ? 2 മണിക്കൂർ നേരം മാത്രമാണ് ആ ലൈറ്റ് കെടുത്തുക. ലൈറ്റ് കെടുത്തിയാൽ എന്ത് പറ്റും? കോഴികൾക്ക് ഉറക്കം വരും, കോഴി ഉറങ്ങും. കോഴി ഉറങ്ങിയാൽ എന്ത് പറ്റും? ശരിയാ പറഞ്ഞത്. ആ സമയത്ത് അവ തിന്നൂല. ബ്രോയിലർ കോഴി തിന്നുകൊണ്ടേയിരിക്കണം. 2 മണിക്കൂർ ഉറങ്ങാനുള്ള സമയം കൊടുത്ത് ബാക്കി സമയം വീണ്ടും ലൈറ്റ് ഇട്ട് കോഴി ഉണരണം. ലൈറ്റിന് അങ്ങനെ ഒരു സ്വാധീനമുണ്ട്. 50-60 പേര് കിടന്നുറങ്ങുന്ന ഒരു ഹാളിലേക്ക് എല്ലാവരും കിടന്നുറങ്ങുക, നല്ല ഉറക്കമാണ്. 1 മണി 2 മണിയായപ്പോൾ ഒരാൾ വന്നിട്ട് അയാൾക്ക് കിടക്കാനുള്ള സ്ഥലം നോക്കാൻ ലൈറ്റ് ഇട്ടു. എന്ത് നടക്കുക ആ മുറിയിൽ? കുറച്ച് പേര് തലവെക്കും. ആ ലൈറ്റ് നിർത്ത് മനുഷ്യാന്ന് പറയും. ഇവരെങ്ങനെ എണീറ്റു? ഇവരെങ്ങനെ അറിഞ്ഞു? ഇത് മുഴുവൻ സോളാർ പാനലുകളാണ്. നമ്മുടെ നാട്ടിലെ സോളാർ പാനൽ ഇപ്പോഴല്ലേ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മൂപ്പിന്ന് സോളാർ പാനൽ കണ്ടുപിടിച്ച് ഫിറ്റ് ചെയ്ത് തന്നു, 10 പൈസ കൊടുക്കാതെ. സെൻസറുകളുണ്ട്, ലൈറ്റ് സെൻസ് ചെയ്യും. വസ്ത്രം ധരിച്ച് ആകെ മൂടി നമ്മൾ ഈ സോളാർ പാനലുകൾ മൂടി വെച്ചു. വലിയൊരു ദ്രോഹമാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇത് ഊരിക്കളയാനും പറ്റാണ്ടായി. വെയിൽ കൊള്ളാൻ പാടില്ലെന്ന്. സൺസ്ക്രീൻ ഓയിൽ പുരട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. ക്യാൻസർ വരരുത്, സ്കിൻ ക്യാൻസർ വരും.
പിന്നെ നാട്ടുകാർ മുഴുവൻ ഈ ക്യാൻസറിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട് സ്കിൻ ക്യാൻസർ, അത് തന്നെ മരുന്നുകൾ ഉണ്ടാക്കുന്നതാണ്. അതൊന്നും മിണ്ടുകയില്ല. സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ടത്, ഈ അൾട്രാ വയലറ്റ് രശ്മിയൊക്കെ ശരീരത്തിന് ആവശ്യമാണ്. അത് നമ്മുടെ ശത്രുവൊന്നുമല്ല. നിങ്ങൾ ടെട്രാസൈക്ലിനോ അമോക്സിലിനോ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ വെയിൽ നിങ്ങൾക്ക് അപകടമാണ്. ടെട്രാസൈക്കിൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവർ വെയിൽ കൊള്ളരുത്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പൊള്ളിപ്പഴുത്ത് മരിക്കാൻ സാധ്യതയുണ്ട്. ഞാനങ്ങനെ മരിച്ച 2 പേരെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് സൂര്യനല്ല നമ്മുടെ ശത്രു. ഈ സൺസ്ക്രീൻ ഓയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ലെയർ കൊടുത്ത് സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന പഠിച്ച വിഡ്ഢികൾക്ക് വൈറ്റമിൻ ഡി ഉണ്ടാവണ്ടേ? വെയിൽ കൊണ്ട് ആ വെയിൽ നമ്മുടെ ഉള്ളിലുള്ള കൊഴുപ്പിനെ, കൊളസ്ട്രോളിനെയാണ് വൈറ്റമിൻ ഡി ആക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള കൊളസ്ട്രോളിനെയാണ് വൈറ്റമിൻ ഡി ആക്കുന്നത്. വൈറ്റമിൻ D1, D2, D3, D4, D5 5 തരം ഡി വൈറ്റമിൻസ് ഉണ്ട്. ഇതിനെ കൊളസ്ട്രോളിനെ ഉരുക്കി വെയിലാണ് പോഷകമാക്കി മാറ്റി തരുന്നത്. സൺസ്ക്രീൻ ഇട്ട് കാണുന്നാൽ എങ്ങനെയാ? സൂര്യൻ കിടക്കാത്ത വസ്ത്രമാണ് നമ്മളിന്ന് ധരിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ ധരിക്കുന്ന ഖാദി വസ്ത്രങ്ങൾ അല്പം കടത്തിവിടും. മൊത്തത്തിൽ ഇങ്ങനെ തിക്ലി പാക്ഡ് അല്ല ഇതിലെ ഇഴകൾ. പോളിസ്റ്റർ പോലെ, നൈലോൺ പോലെ തിക്ലി പാക്ഡ് അല്ല. കൈകൊണ്ട് നെയ്തിങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളതാണ്. അതിൽ സുഷിരങ്ങളുണ്ട്. അതിലൂടെ അല്പം വെയിലൊക്കെ കടക്കും. വിയർപ്പ് പോകാനിടയാക്കും, വലിച്ചെടുക്കും. ഈ വെയിൽ എന്ന് പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വെയിലും നമ്മുടെ ആരോഗ്യവുമായിട്ട്, നമ്മുടെ ഉറക്കവുമായിട്ട് എങ്ങനെയാണ് സഹായകമാകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ മറച്ചു വച്ചിരിക്കുകയാണ് കച്ചവട വൈദ്യശാസ്ത്രം. ആധുനിക ശാസ്ത്രം എന്നുള്ള പേര് നെറ്റിയിലെടുത്ത് വെച്ചിട്ടുള്ള കച്ചവടക്കാര് ഇതൊന്നും നമ്മൾ അറിയാനിടയാക്കുന്നില്ല. ആ വെയിലിൻ്റെ വില 1500 കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് പാഞ്ഞു വന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. 1500 കിലോമീറ്റർ, 1500 കിലോമീറ്റർ, ലക്ഷം കിലോമീറ്റർ, 1500 ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വന്നാണ് ഈ വെയിൽ നമ്മുടെ ദേഹത്ത് കൊള്ളുന്നത്. എത്ര സമയം കൊണ്ടാണ്, എത്ര ദിവസം എടുക്കും? സൂര്യനിൽ നിന്ന് പുറപ്പെട്ട വെയിൽ നമ്മുടെ ദേഹത്ത് വന്ന് കൊള്ളാൻ 1500 ലക്ഷം കിലോമീറ്റർ ഓടി വന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തട്ടാൻ എത്ര സമയം എടുക്കും? വെറും 8 മിനിറ്റ് 13 സെക്കൻഡ്. ആ വരവൊരു വരവല്ലേ? ആ വേഗതയിൽ വന്ന് കയറുന്നവൻ ഇവിടെ മുട്ടിയിട്ട് തിരിച്ചു പോകലാണോ, ഉള്ളിലേക്ക് തന്നെ കയറലാണോ? നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിലെ മൈറ്റോകോൺട്രിയ പവർ ഹൗസിനെ ഉദ്ദീപിപ്പിക്കുന്നതും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതും ഊർജം ഉണ്ടാക്കുന്നതും വാസ്തവത്തിൽ സൂര്യപ്രകാശത്തിൻ്റെ കൂടെ സഹായമാണ്. എനർജി പാക്കറ്റുകളായിട്ടാണ് വെയിൽ വരുന്നത്. വെയിൽ എനർജി പാക്കറ്റുകളാണ്. ഒരു വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഒഴുകുന്നത് തുള്ളി തുള്ളിയായിട്ടാണ് വെള്ളം. വെള്ളത്തിൻ്റെ ഏറ്റവും ചെറിയ ഫോം തുള്ളിയാണ്. അങ്ങനെ ആ വെള്ളത്തുള്ളി എന്ന് പറയുന്നത് പോലെയാണ് എനർജി പാക്കറ്റുകളായിട്ടാണ് വെയിൽ വരുന്നത്. ആ വെയിൽ നമ്മുടെ ശരീരത്തിന് ഊർജമുണ്ടാക്കാൻ, രോഗപ്രതിരോധ ശേഷി നേടാൻ, രോഗപ്രതിരോധ ശേഷി വൈറ്റമിൻ ഡി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആരോഗ്യം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആ വെയിലുള്ളപ്പോൾ വെയിൽ കൊള്ളുകയും അത് കഴിഞ്ഞാൽ ആ ഇരുട്ടിൻ്റെ സുഖത്തിലാണ്. രാത്രി കരണ്ട് പോകുമ്പോഴുള്ളൊരു ആശ്വാസം ഓർക്കണുണ്ടോ? കരണ്ട് പോയി ഫാനിൻ്റെ മൂളലിൽ നിന്നും ലൈറ്റും പോകുമ്പോൾ വാസ്തവത്തിലൊരു വലിയ ആശ്വാസവും സുഖവുമാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ ഷർട്ടും പാൻറ്റും എല്ലാം ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് സുഖമായിട്ട് നമ്മളിങ്ങനെ നടന്ന് വീട്ടിൽ ചെന്ന് അത് ഊരി കഴിയുമ്പോഴേ
സോക്സൊക്കെ ഊരിക്കഴിയുമ്പോൾ ഒരു സുഖമുണ്ട്. ആ ഒരു സുഖം പോലെയാണ് ഈ സുഖവും. അപ്പം നമ്മുടെ സിർക്കാഡിയൻ ഋതത്തിനനുസരിച്ച് ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ ഇരുട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഭടന്മാർക്കെല്ലാം നല്ല വിശ്രമം നൽകും. ആന്തരാവയവങ്ങൾക്ക് ശരിയായ വിശ്രമം നൽകുന്നത്, മനസ്സിന് വിശ്രമം നൽകുന്നത് ഇരുട്ടാണ്.